ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ലോകം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇന്ന് പത്രലോകം നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട വാർത്ത. ലോകം ഉറ്റുനോക്കുന്നു എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഭാവി ലോകത്തെ കരിപ്പിടിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണിത്. സാധാരണഗതിയിൽ പ്രതീക്ഷിത വിജയം സംഭവിക്കുമ്പോൾ പ്രത്യേകിച്ച് മാധ്യമങ്ങളും അതുപോലെയുള്ള നിരീക്ഷണ കേന്ദ്രങ്ങളുമൊക്കെ പ്രവചിച്ച രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം സംഭവിക്കുമ്പോൾ അത് ഒരു സാധാരണ വാർത്ത മാത്രമായി തീരും. എന്നാൽ അപ്രതീക്ഷിതമായ ഒരു വിജയം സംഭവിച്ചാൽ, അതും വളരെ പ്രാമാണികമായ ഒരു വിജയം സംഭവിച്ചാൽ, അത് ഒരു അതിവാർത്തയായി തീരുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ ഒരു അതിവാർത്തയാണ് അതിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് കാണാം. മലയാളത്തിലെ പത്രങ്ങളും ഒരളവോളം ഇംഗ്ലീഷ് പത്രങ്ങളുമൊക്കെ ഹില്ലാരി ക്ലിൻ്റൻ്റെ വിജയമാണ് പ്രതീക്ഷിച്ചിരുന്നത്. വളരെ മാർജിനലായ രീതിയിലാണെങ്കിലും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ഹില്ലാരി ക്ലിൻ്റൺ ജയിച്ചു കയറും എന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് പത്രങ്ങളുടെ ഡെസ്കുകളൊക്കെ ഹില്ലാരി ക്ലിൻ്റനെ സംബന്ധിച്ച എല്ലാ വാർത്തകളും ശേഖരിക്കുന്നതിനിടയിൽ, അതിൻ്റെ ഞെരുക്കത്തിനിടയിലൂടെ അപ്രതീക്ഷിതമായി ഇതാ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചു കയറിയിരിക്കുന്നു. അതാണ് വാർത്ത. വെറുതെ വിജയിച്ചു കയറുകയല്ല. ആകെയുള്ള 538 ഇലക്ട്രൽ വോട്ടുകളിൽ 306 വോട്ടുകൾ നേടിക്കൊണ്ട് വളരെ സ്പഷ്ടവും അർത്ഥസമ്പുഷ്ടവും ആയ ഒരു വിജയം ട്രംപ് കരസ്ഥമാക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവചനങ്ങൾക്കൊന്നും ഒരർത്ഥവുമില്ല എന്ന് മാലോകർ ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥ സംഭവിക്കുന്നു. അങ്ങേയറ്റം നെഗറ്റീവായ സ്വഭാവത്തോടു കൂടിയ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ട്രംപ്. അദ്ദേഹത്തിന് തീരെ ജനകീയതയുണ്ടായിരുന്നില്ല, തീരെ ഭരണപരിചയം മുൻ അനുഭവമുള്ള ആളല്ല, രാഷ്ട്രീയത്തിൽ തന്നെ പുതിയ ആളാണെന്ന് പറയേണ്ടി വരും. ഇതിനു മുമ്പ് ഒരിക്കൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പരാജയപ്പെട്ട ആളാണെങ്കിലും ഡെമോക്രാറ്റിക് പാർട്ടിയിലും തുടർന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയിലുമൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണെങ്കിലും ലോകോത്തര നിലവാരത്തിൽ നോക്കിയാൽ വലിയ പണക്കാരനായ ഡൊണാൾഡ് ട്രംപ് ഒരു കച്ചവടക്കാരൻ മാത്രമാണ്, രാഷ്ട്രീയക്കാരനല്ല. അങ്ങനെ രാഷ്ട്രീയക്കാരനല്ലാത്ത ട്രംപ് ഒരു വശത്ത്, മറുവശത്ത് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായി ഒരു വനിത ആദ്യമായി വൈറ്റ് ഹൗസിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് റെക്കോർഡിടാൻ രംഗത്ത് വന്ന ഹില്ലരി ക്ലിൻ്റൺ, വലിയ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഹില്ലരി ക്ലിൻ്റൺ, മുൻകാലഘട്ടങ്ങളിൽ അനുഭവ സമ്പത്തുള്ള ലോകോത്തര നിലവാരത്തിലുള്ള നേതാക്കൾക്ക് പരിചിതയായ ഹില്ലരി ക്ലിൻ്റൺ, ഒരു തവണ ഒന്നാമത്തെ ലേഡിയായി മാറിയ ഹില്ലരി ക്ലിൻ്റൺ, വൈറ്റ് ഹൗസിന് അപരിചിതയല്ലാത്ത ഹില്ലരി ക്ലിൻ്റൺ. എന്നിട്ടും എന്തായിരുന്നു സംഭവം? വലിയ നിലവാരത്തിൽ ഹില്ലരി ക്ലിൻ്റൺ ജയിക്കും, 12% വിജയസാധ്യതയാണ് ഹില്ലരി ക്ലിൻ്റന് ട്രംപിൻ്റെ മേൽ കൂടുതലായി ഉണ്ടായിരുന്നത്. അത് കുറഞ്ഞ് വന്ന് ഒടുവിൽ തെരഞ്ഞെടുപ്പിൻ്റെ ആസന്നതയിൽ അത് 2 പോയിൻ്റായി കുറയുകയുണ്ടായി. 2 പോയിൻ്റെങ്കിൽ 2 പോയിൻ്റ് എങ്കിലും ജയിച്ചു കയറും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് വള്ളപ്പാട് അവരെ പിന്നിലാക്കിക്കൊണ്ട്, ഒരു കുട്ടനാടൻ ഭാഷ കടമെടുക്കുകയാണെങ്കിൽ ഹില്ലരി ക്ലിൻ്റനെ പിന്നിലാക്കിക്കൊണ്ട് ട്രംപ് വിജയശ്രീലാളിതനായത്. അതുകൊണ്ട് ട്രംപിൻ്റെ വിജയം ഒരു വാർത്ത മാത്രമല്ല, മറിച്ച് ഒരു അതിവാർത്തയായി പരിണമിക്കുന്നു. മലയാള മനോരമയ്ക്കൊന്നും വലിയ തയ്യാറെടുപ്പിന് സമയം കിട്ടിയിട്ടുണ്ടാവില്ല. എല്ലാ പത്രങ്ങളുടെ കഥയും അതുതന്നെയാണ്. അവർ ഒന്നാം പേജിൽ അത് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത് കാണുക. ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റ്. അതുകൊണ്ടും തീർന്നില്ല, ഒരു ട്രംപ് ആരവം സംഭവിച്ചു അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ എന്നാണ് മനോരമ നിരീക്ഷിക്കുന്നത്. വലിയ ഒരു ആരവമാണ് സംഭവിച്ചത്. പത്രങ്ങൾക്കത് കാണാൻ കഴിഞ്ഞില്ല, മറ്റ് നിരീക്ഷക വിഭാഗങ്ങൾക്കത് കാണാൻ കഴിഞ്ഞില്ല, പ്രവചനങ്ങൾ നടത്തിയവർക്കും അത് കാണാൻ കഴിഞ്ഞില്ല. ആർക്കും കാണാൻ കഴിയാതെ അമേരിക്കൻ ജനത അതീവ രഹസ്യമായി മനസ്സിൽ സൂക്ഷിച്ച ഒരു സ്വകാര്യമുണ്ടായിരുന്നു. ആ സ്വകാര്യത്തിൻ്റെ പേര് ട്രംപ് എന്നായിരുന്നു.
വാർത്തയുടെ വിശദാംശങ്ങൾ കാണുക. US നിന്ന് സന്തോഷ് ജോൺ തൂവൽ അത് റിപ്പോർട്ട് ചെയ്യുന്നു. പ്രവചനങ്ങൾ തെറ്റിച്ച ഡൊണാൾഡ് ട്രംപിൻ്റെ വിജയാരവം അമേരിക്കയുടെ ആദ്യ വനിതാ പ്രസിഡൻ്റാകാനുള്ള ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ഹില്ലരി ക്ലിൻ്റൻ്റെ മോഹം തച്ചുടച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ട്രംപ് അമേരിക്കയുടെ 45ാം പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ലോകരാഷ്ട്രീയത്തിൽ സമീപകാലത്തെ ഏറ്റവും വലിയ അട്ടിമറിയായി ട്രംപിൻ്റെ വിജയം വിലയിരുത്തപ്പെടുന്നു. എല്ലാവരുടെയും പ്രസിഡൻ്റാണ് താനെന്നും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് വ്യത്യാസമില്ലാതെ എല്ലാവരും അമേരിക്കൻ ജനതയായി മാറണമെന്നും വിജയപ്രസംഗത്തിൽ ഇന്നലെ ട്രംപ് പറയുകയുണ്ടായി. ട്രംപ് US പ്രസിഡൻ്റാകുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി, രാഷ്ട്രീയ സൈനിക പ്രവർത്തന പാരമ്പര്യമില്ലാത്ത വ്യക്തി എന്ന നിലയ്ക്ക് പ്രത്യേകതയുള്ളയാളാണ്. 538 ഇലക്ടറൽ കോളേജ് വോട്ടുകളിൽ 306 വോട്ട് ട്രംപ് സ്വന്തമാക്കി. ജയിക്കാൻ വേണ്ടത് 270, ഹില്ലരിക്ക് കിട്ടിയത് കേവലം 232 വോട്ട് മാത്രം. ആ അർത്ഥത്തിൽ സ്പഷ്ടവും വ്യക്തവും സ്വയം സ്ഥാപിക്കുന്നതുമായ ഒരു വിജയം തന്നെയാണ് ട്രംപ് നേടിയെടുത്തിരിക്കുന്നത്. അത് ഈ കാലഘട്ടത്തിലെ അത്ഭുതകരമായ ഒരു വിജയമായി പരിണമിക്കുകയും ചെയ്തു. ഇനി വിജയിച്ച ആളിൻ്റെ കൂടെയാണല്ലോ ചരിത്രം. എപ്പോഴും അങ്ങനെയാണ്. പരാജിതരുടെ കൂടെയല്ല, മറിച്ച് വിജയികളുടെ കൂടെയാണ് ആസന്ന ചരിത്രം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപ് എന്തൊക്കെയാണ് പറഞ്ഞത് അതൊക്കെയാണ് ഇനി പരിശോധിക്കേണ്ടതുള്ളത്. കാരണം വിജയിക്കുമെന്ന് പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് അത്തരം പ്രസ്താവങ്ങളോട് വലിയ വിലയൊന്നും കൽപ്പിക്കാത്ത മാധ്യമ ലോകം ഇനി അതിലേക്ക് സഞ്ചരിക്കേണ്ടി വരും. അമേരിക്കയെ ഒന്നാമത് രാജ്യമാക്കുക. 70കളിലും 80കളിലും അമേരിക്കയിൽ നിന്ന് ഉയർന്നു കേട്ട വലിയ മുദ്രാവാക്യമായിരുന്നു മേക്ക് അമേരിക്ക ദി ഫസ്റ്റ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. ഒരിക്കൽ കൂടി അമേരിക്കയെ മഹത്തരമായ രാജ്യമാക്കുക എന്നീ മുദ്രാവാക്യങ്ങളാണ് ട്രംപ് ഉയർത്തിയത്. ട്രംപിൻ്റെ ആ മുദ്രാവാക്യങ്ങൾ തന്നെ മാധ്യമലോകം ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നില്ല. കാരണം ആ മുദ്രാവാക്യത്തിൻ്റെ പിന്നിൽ അതിതീവ്രമായ ദേശീയത, അതുപോലെ തന്നെ തീവ്ര ദേശീയതയും അതുപോലെ വംശീയതയും വിളംബരം ചെയ്യുന്ന മുദ്രാവാക്യങ്ങളാണ് ട്രംപ് ഉയർത്തിയത്. ട്രംപ് പോസിറ്റീവായല്ല കാര്യങ്ങൾ അവതരിപ്പിച്ചത്, നെഗറ്റീവായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. H-1B വിസ ഉപയോഗിച്ച് ഇന്ത്യയിൽ നിന്ന് ധാരാളം തൊഴിൽ ശക്തി അമേരിക്കയിലേക്ക് സഞ്ചരിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഈ ശൈലിയെ ട്രംപ് ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം അത് എതിർത്തു. ഇത് IT അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഇന്ത്യയുടെ സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ട്. ഏതായാലും ട്രംപ് പറഞ്ഞത് ഈ വിസ ഇനി അധികം അനുവദിക്കപ്പെടില്ല. പുറം ജോലിക്കാർ കരാറിനോട് ട്രംപിന് താല്പര്യമേയില്ല. പുറം ജോലി കരാർ ഉള്ളത് കൊണ്ടാണ് ഇന്ത്യ പോലെയുള്ള 3-ാം ലോക രാജ്യത്തെ IT മണ്ഡലങ്ങൾ കഞ്ഞി കുടിച്ച് കിടക്കുന്നത് എന്ന് നമുക്കറിയാം. ആ സാഹചര്യത്തിൽ ട്രംപ് പറയുന്നു, പുറം ജോലി കരാർ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ നേരിട്ട് ലക്ഷോപലക്ഷം തൊഴിൽ സാധ്യതകൾ ഇന്ത്യക്ക് നഷ്ടമാകുന്നു എന്നർത്ഥം. അങ്ങനെ തൊഴിൽ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളോട് മാത്രമല്ല, പുറം രാജ്യങ്ങളിലെ തൊഴിലാളികളോട് മാത്രമല്ല, കറുത്തവരോടും അദ്ദേഹത്തിന് ഇഷ്ടമില്ല. നമുക്കറിയാം, ലോകോത്തരനായ ഒരു വലിയ വ്യാപാരിയും അതുപോലെ തന്നെ വലിയ പണക്കാരനും ധനാഢ്യനുമാണ് ട്രംപ് എന്ന് നമുക്കറിയാം. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനങ്ങളിലും അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് മണ്ഡലത്തിലും റെസ്റ്റോറൻറ്റ് മണ്ഡലത്തിലുമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പണം നിക്ഷേപിച്ചിട്ടുള്ളത് നമുക്കറിയാം. അതേ സംബന്ധിച്ച് വായിച്ചുള്ള അറിവ് നമുക്കുണ്ട്. എന്നാൽ ആ സ്ഥാപനങ്ങളിലൊന്നും ഒരൊറ്റ കറുത്ത വർഗ്ഗക്കാരനെ അദ്ദേഹം തൊഴിലിന് വെച്ചിട്ടില്ല. കറുത്ത വർഗ്ഗക്കാരോട് അദ്ദേഹത്തിന് വെള്ളക്കാരൻ്റെ ഉള്ളിൽ ഉറങ്ങുന്ന ഒരു വിയോജിപ്പിൻ്റെ ലോകമുണ്ടല്ലോ, അത് പൂർണ്ണമായും ഉള്ളയാളും അത് പ്രകാശിപ്പിക്കാൻ മടിക്കാത്തയാളുമാണ് പുതിയ അമേരിക്കൻ പ്രസിഡന്റ്. ഇതുവരെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കറുത്ത വർഗ്ഗക്കാരോട് അദ്ദേഹത്തിന് ഇഷ്ടമില്ല. അതുമാത്രമല്ല, കുടിയേറ്റക്കാരോട് വലിയ ദേഷ്യമാണ്. അനുനിമിഷം കുടിയേറിക്കൊണ്ടിരുന്ന മെക്സിക്കൻ വിഭാഗങ്ങളെ പരാജയപ്പെടുത്തുന്നതിന് മെക്സിക്കോയുടെ അതിർത്തിയിൽ വൻമതിൽ പണിയും ഞാൻ എന്നാണ് ട്രംപ് പറഞ്ഞത്. അങ്ങനെ വൻമതിൽ പണിഞ്ഞുകൊണ്ട് ലോകരാജ്യങ്ങളെ മറച്ചു വയ്ക്കുന്ന, അവിടെ നിന്നുള്ള കുടിയേറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കാത്ത പ്രസിഡൻ്റായിരിക്കും താൻ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. തീർന്നില്ല,
മുസ്ലിം ജനവിഭാഗങ്ങളോട് വിയോജിപ്പോ വിപ്രതിപത്തിയോ അല്ല, ശത്രുത തന്നെയാണ് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചത്. അങ്ങനെ പുറം ജോലി കരാറിനോട്, കറുത്തവരോട്, കുടിയേറ്റക്കാരോട്, മുസ്ലിം ജനവിഭാഗങ്ങളോട് ഇവരോടൊക്കെ ഒരേപോലെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് വഴി ഒരു പുതിയ അമേരിക്കയെ സംബന്ധിച്ച സ്വപ്നം, അതും യഥാർത്ഥത്തിൽ ഇടത്തരക്കാരൻ്റെ സ്വപ്നം, വലിയ ആശയക്കുഴപ്പത്തിൽപ്പെട്ടിരിക്കുന്ന അമേരിക്കയിലെ ഇടത്തരക്കാർ ഒരു വലിയ രക്ഷകനെയാണ് ട്രംപിൽ കണ്ടെത്തിയത്. ആ അർത്ഥത്തിലുള്ള വികാരങ്ങൾ ഉദ്ദീപിപ്പിച്ചുകൊണ്ടും ആ അർത്ഥത്തിലുള്ള പ്രതീക്ഷകൾക്ക് ജന്മം കൊടുത്തുകൊണ്ടുമാണ് ട്രംപ് തൻ്റെ വിജയപാതയിലേക്ക് സഞ്ചരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നതാണ് ഈ വിജയത്തിൻ്റെ ഒരു സവിശേഷത. അത് അത്രത്തോളം പ്രതീക്ഷിതമല്ലാഞ്ഞതുകൊണ്ട് ഗൗരവതരമായി മുന്നൊരുക്കങ്ങൾക്ക് പത്രങ്ങൾക്ക് സമയം ലഭിക്കുകയുണ്ടായില്ല. അവരെല്ലാവരും തന്നെ ഹില്ലരിക്ക് പിറകെ സഞ്ചരിച്ചതുകൊണ്ട് ട്രംപിനെ വിസ്മരിച്ചു പോയി. ആ വിസ്മൃതി, ട്രംപിൻ്റെ മേലിലുള്ള വിസ്മൃതി ഏതായാലും പത്രലോകത്തിൻ്റെ അവതരണത്തിൽ നമുക്ക് കാണാൻ കഴിയും. എല്ലാം ഹില്ലരിക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചതുകൊണ്ട് ഡെസ്കിൽ ഗൗരവതരമായി ട്രംപിൻ്റെ സന്നിഹിതത്വം ഉണ്ടായിരുന്നില്ല എന്ന് ഇന്ന് പത്രങ്ങൾ നോക്കിയാൽ നമുക്കറിയാം. ഡൊണാൾഡ് ട്രംപ് മിക്കവാറും അജ്ഞാതനായ ഒരു വ്യക്തിയാണ് മലയാളി പത്രവായനക്കാർക്ക്. എന്താണ് അദ്ദേഹത്തിൻ്റെ പൊതുവായ ജീവിതം, രീതി, ശൈലി, അതേ സംബന്ധിച്ച് വളരെ ലളിതമായ 4-5 വാചകത്തിലുള്ള ഒരു ജീവചരിത്ര ആഖ്യാനം മാതൃഭൂമി നമുക്ക് തന്നിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് എന്ന ശീർഷകത്തിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ, ആരാണ് ഈ മനുഷ്യൻ, എവിടെ ജനിച്ചു, എന്ത് ജോലി ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഇതുവരെ അജ്ഞതയുടെ ഒരു മറയിൽ നിൽക്കുന്ന ട്രംപിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. മാതൃഭൂമി കാണുക. ഡൊണാൾഡ് ട്രംപ് ജനനം 1946 ജൂൺ 14, ഇപ്പോൾ പ്രായം 70 വയസ്സ്. പിതാവ് ഫ്രെഡ് ട്രംപ്, മാതാവ് മേരി ആൻ മക്ലിയോഡ്, ഭാര്യ മെലാനിയ. കോടീശ്വരൻ, അമേരിക്കയിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ അതികായൻ. റിപ്പബ്ലിക് പാർട്ടിയിലെത്തും മുമ്പ് ഡെമോക്രാറ്റിക്, റിഫോം, ഇൻഡിപെൻഡൻറ്റ് പാർട്ടികളിൽ പ്രവർത്തിച്ചു. 2000 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിഫോം പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. പ്രൈമറിയിലെ തോൽവിയോടെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു. 2004 NBC റിയാലിറ്റി പരിപാടിയായ ദി അപ്രൻറ്റീസിലൂടെ താരമായി. ഇത്തവണ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയാകാനുള്ള പ്രൈമറിയിൽ ട്രംപ് പ്രധാനമായും മറികടന്നത് ടെക്സസ് സെനറ്റർ ടെഡ് ക്രൂസിനെയായിരുന്നു. ഏതായാലും യാദൃച്ഛികമായ കാരണങ്ങളാൽ രാഷ്ട്രീയത്തിലേക്ക് വന്നയാളാണ് ട്രംപ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഏത് വെള്ളക്കാരനും ഉള്ളതുമാതിരി ഒരു പ്രസിഡൻഷ്യൽ മോഹം ഉറങ്ങുന്നുണ്ടായിരുന്നു. അതാണിപ്പോൾ പൊടിതട്ടി പുറത്തേക്ക് വന്നിരിക്കുന്നത്. ആ അർത്ഥത്തിൽ അപ്രതീക്ഷിതനായ സ്ഥാനാർത്ഥി വെള്ളക്കൊട്ടാരത്തിലേക്ക് സഞ്ചരിച്ച് എത്തിച്ചേർന്നിരിക്കുന്നു. ജനുവരി 20 അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണം. അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ വിജയിയായി ഒരു മലയാളി സാന്നിധ്യം ഉണ്ട്. ആ വാർത്ത കേരള കൗമുദി പ്രത്യേക പ്രാധാന്യത്തോടെ തരുന്നു. കേരള കൗമുദി ഇന്ന് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായ കാര്യം അവതരിപ്പിക്കുന്നത് വളരെ വിശേഷമായൊരു വാക്കിലൂടെയാണ്. അതിശയൻ എന്നാണ് അതിനവർ കൊടുത്തിരിക്കുന്ന പേര്. ട്രംപിൻ്റെ ചിത്രത്തിനൊപ്പം അതിശയൻ എന്ന് പറയുന്നത് വഴി കേരള കൗമുദി മാത്രമല്ല അതിശയിച്ചത്, ലോകം മുഴുവൻ അതിശയിച്ചിരിക്കുന്നു. അതിശയിപ്പിച്ചയാൾ എന്ന നിലയ്ക്കാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആ വാർത്തയുടെ തൊട്ടു താഴെ തന്നെ പ്രധാനപ്പെട്ട വാർത്തയ്ക്കൊപ്പം തന്നെ ഒരു മലയാളി സാന്നിധ്യത്തിൻ്റെ വാർത്ത കൂടി തരുന്നു കേരള കൗമുദി. ഇപ്രകാരമാണത്: പ്രമീള ജയപാൽ US പ്രതിനിധി സഭയിലെ ആദ്യ മലയാളി. മലയാളം സംസാരിക്കുന്ന ഒരാൾ അമേരിക്കൻ പ്രതിനിധി സഭയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ കാണുക. അമേരിക്കൻ ജനപ്രതിനിധി സഭയിലെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി മത്സരിച്ച മലയാളി പ്രമീള ജയ്പാൽ സിയാറ്റിൽ നിന്ന് 57% വോട്ട് നേടി വിജയിച്ചു. ജനപ്രതിനിധി സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മലയാളിയും ആദ്യ ഇന്ത്യൻ വംശജയും ആദ്യ ദക്ഷിണേന്ത്യൻ വ്യക്തിയുമാണ് 51-കാരിയായ പ്രമീള ജയപാൽ. 2015 മുതൽ വാഷിംഗ്ടൺ സ്റ്റേറ്റ് സെനറ്റ് അംഗമാണ് പ്രമീള ജയപാൽ.
പ്രമീള ജയപാലിൻ്റെ ചിത്രമടക്കം ആ മലയാളി വിജയത്തിൻ്റെ വാർത്ത, മലയാളികൾ ഇഷ്ടപ്പെടുന്ന വാർത്ത കേരള കൗമുദി അതിശയൻ എന്ന തലക്കെട്ടിൽ ട്രംപിനെ അവതരിപ്പിക്കുന്ന വാർത്തയ്ക്ക് തൊട്ടു താഴെയായി തന്നിരിക്കുന്നു. ട്രംപിനെക്കുറിച്ച് ഒന്നും നമുക്കറിയില്ലാത്തത് കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ബഹളത്തിൽ വന്ന് അസ്തമിച്ചു പോകുന്ന വായാടിയായ ഒരു മനുഷ്യൻ എന്നതിലപ്പുറം യാതൊന്നും ആലോചിക്കാത്തത് കൊണ്ട് അതേ സംബന്ധിച്ച് ഒരു റൈറ്റപ്പ്, ചെറുതാണെങ്കിലും ഒരു റൈറ്റപ്പ് മംഗളം എന്ന പത്രം നമുക്ക് തന്നിട്ടുണ്ട്. ട്രംപ് കർശനക്കാരനാണ്, നാവിൽ തീ സൂക്ഷിക്കുന്നയാളാണ് എന്നാണ് മംഗളം ഈ റൈറ്റപ്പിലൂടെ പറയുന്നത്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ 45ാം പ്രസിഡൻ്റായി മാറുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ദീപു വിജയ് എഴുതുന്നു കർക്കശക്കാരനായ ട്രംപിനെക്കുറിച്ച്. നമുക്ക് എന്താണ് ദീപു വിജയ് ട്രംപിനെക്കുറിച്ച് നമ്മോട് പറയാൻ പോകുന്നത് എന്ന് നമുക്ക് കാണാം. കടുത്ത കണക്ക് കൂട്ടലുകളുള്ള കച്ചവടക്കാരനാണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തെക്കുറിച്ച് ദീപു വിജയ് എഴുതുന്നത് കാണുക. ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപൻ എന്നത് മാത്രമല്ല ട്രംപിനെ ലോകശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇസ്ലാം വിരുദ്ധ നിലപാടുകൾ മുതൽ ജയിച്ചാൽ മാത്രം തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കുമെന്ന് വരെയുള്ള പ്രസ്താവനകൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ട്രംപിന് നൽകിയത് നെഗറ്റീവ് ഇമേജാണ്. സ്ത്രീ വിരുദ്ധമായ അഭിപ്രായങ്ങൾക്ക് പിന്നാലെ ഉയർന്നു വന്ന ലൈംഗിക ആരോപണങ്ങളും ട്രംപിന് തിരിച്ചടിയായി. സ്ത്രീ വിരുദ്ധ പരാമർശങ്ങളടങ്ങിയ ആക്സസ് ഹോളിവുഡ് ടേപ്പ് ചോർന്നതും തിരിച്ചടിയായി. പല പ്രമുഖരും ട്രംപിന് വോട്ടില്ലെന്ന് പ്രഖ്യാപിച്ചു. ഒന്നിനു പിറകെ മറ്റൊന്നായി വിവാദങ്ങളായെത്തിയപ്പോൾ ട്രംപിനെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ഒഴിവാക്കുന്ന തരത്തിൽ വരെ ഒരു ഘട്ടത്തിൽ ചർച്ച ഉയരുകയുണ്ടായി എന്ന് പറയുന്ന ഈ കർക്കശക്കാരൻ പക്ഷേ അമേരിക്കൻ പോലീസായി തീരില്ല എന്ന ഒരു നിരീക്ഷണം കൂടി മംഗളം തരുന്നു. അതിങ്ങനെയാണ്: ലോക പോലീസാകാനില്ല, ആരും സൗജന്യവും പ്രതീക്ഷിക്കേണ്ട. ട്രംപ് ലാൻഡിൻ്റെ തുടക്കം ഇങ്ങനെയാകുമെന്നാണ് ഡൊണാൾഡ് ആരാധകരുടെ പ്രതീക്ഷ. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടായുള്ള അമേരിക്കയുടെ പ്രതിച്ഛായയെ മാറ്റുകയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന നിയുക്ത പ്രസിഡന്റിൻ്റെ ലക്ഷ്യം. വ്യവസായി എന്ന നിലയിൽ കൈവരിച്ച നേട്ടം പ്രസിഡന്റ് എന്ന നിലയിൽ അമേരിക്കൻ പൗരന്മാർക്ക് നൽകാൻ ട്രംപിന് കഴിയുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. പഴയ റിപ്പബ്ലിക്കൻ നേതാക്കളെപ്പോലെ യുദ്ധഭ്രമമൊന്നും ട്രംപിനില്ല. അദ്ദേഹം സ്വപ്നം കാണുന്നത് ട്രംപ് ലാൻഡിനെയാണ്. അതുകൊണ്ട് നാം ഇപ്പോൾ ഇന്ന് തെരഞ്ഞെടുപ്പ് വരെയുള്ള കാലഘട്ടത്തിൽ കണ്ട അലസതയോടെ വർത്തമാനം പറയുന്ന, അല്ലെങ്കിൽ വിടുവായത്തരം പറയുന്ന ഒരു ട്രംപിനെ ആയിരിക്കില്ല പ്രസിഡന്റ് എന്ന നിലയ്ക്ക് നാം കാണാൻ പോകുന്നത് എന്നും പ്രതീക്ഷിക്കുന്നു മംഗളം. ജനകീയ വോട്ടിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഹില്ലരി തന്നെയാണ് മുന്നിൽ. പ്രസിഡൻ്റായത് ട്രംപാണെങ്കിലും കൂടുതൽ ജനവിഭാഗങ്ങൾ പിന്തുണച്ചിരിക്കുന്നത് ഹില്ലരിയെ തന്നെയാണ്. അതൊക്കെ തന്നെയാണ് അമേരിക്കയിലെ തെരഞ്ഞെടുപ്പിൻ്റെ ചില പ്രത്യേകതകൾ. കാണുക, ദീപിക 1-ാം പേജിൽ ആ ഒരു സവിശേഷത തരുന്നു. ജനകീയ വോട്ട് ഹില്ലരിക്ക്. ഇലക്ടറൽ വോട്ടുകൾ കൂടുതൽ നേടി വിജയിച്ച ട്രംപ് ജനകീയ വോട്ടിൽ പിന്നിലാണെന്ന് ആദ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഹില്ലരിക്ക് ദേശീയ തലത്തിൽ 59,20,408 വോട്ടുകൾ ലഭിച്ചപ്പോൾ 5,92,408 വോട്ടുകൾ ലഭിച്ചപ്പോൾ ട്രംപിന് കിട്ടിയത് 5,90,58,307 വോട്ടുകളാണ്. അതായത് വ്യത്യാസം 14,06,101 വോട്ടുകൾ. 14 ലക്ഷത്തിൽ പരം വോട്ടുകൾ ഹില്ലരിക്ക് കൂടുതൽ കിട്ടിയിട്ടും ഹില്ലരി പ്രസിഡന്റ് ആകാത്തത് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സവിശേഷത തന്നെയാണ്. അതുകൊണ്ട് ജനകീയ വികാരങ്ങളുടെ കാര്യത്തിൽ ഹില്ലരി പിന്നിലാണ് എന്നല്ല, തൊട്ടു പിന്നിലാണ് എന്നുമല്ല, മുന്നിലാണ് എന്നാണ് ഈ വാർത്ത പറയുന്നത്. ഇനി പ്രസിഡൻ്റായി വരുമ്പോൾ അമേരിക്കയെ എങ്ങനെയൊക്കെയാണ് ട്രംപ് അഭിസംബോധന ചെയ്യാൻ പോകുന്നത്? കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ, ഇന്ത്യയെ സംബന്ധിച്ച്, പാകിസ്ഥാനെ സംബന്ധിച്ച്, വ്യാപാര നിയമങ്ങളെ സംബന്ധിച്ച്, പരിസ്ഥിതിയെ സംബന്ധിച്ച്, നയങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെ നിലപാടായിരിക്കും ട്രംപ് കയ്യേൽക്കാൻ പോകുന്നത്? അതേ സംബന്ധിച്ച് ഒരു ചെറിയ റൈറ്റപ്പ് ഇന്ന് ദീപിക എന്ന പത്രം അതിൻ്റെ ഉൾപേജിൽ തന്നിരിക്കുന്നു. നമുക്ക് ഹ്രസ്വമായ പരിചയപ്പെടുത്തലിലേക്ക് സഞ്ചരിക്കാം. ഡൊണാൾഡ് ട്രംപ്
അദ്ദേഹത്തിൻ്റെ നയങ്ങൾ, പരിപാടികൾ അതേ സംബന്ധിച്ച് ദീപിക പറയുന്നത് കാണുക. കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നു, മെക്സിക്കോയിൽ നിന്നുള്ളവരെ തടയാൻ വൻമതിൽ പണിയും, മുസ്ലിങ്ങളെ നിരോധിക്കും, അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചുവിടും. ഇതൊക്കെയാണ് ട്രംപ് പറഞ്ഞത്. ഇന്ത്യക്കാർക്കും ട്രംപ് ഭീഷണി ഉയർത്തി. ഇന്ത്യയിലേക്ക് പോയ തൊഴിലുകൾ തിരിച്ചു കൊണ്ടുവരും എന്നാണ് അദ്ദേഹം പ്രവചിച്ചത്. ഇനി ഇന്ത്യ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളെ സംബന്ധിച്ച് ട്രംപിൻ്റെ അഭിപ്രായം കാണുക. പാകിസ്ഥാൻ പകുതി അസ്ഥിരതയുള്ള രാജ്യമാണ്. നമുക്ക് അവരുമായി തരക്കേടില്ലാത്ത ബന്ധമുണ്ട്. അത് തുടരാമെന്ന് ഞാൻ കരുതുന്നു. അതേസമയം ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ നമ്മെ സഹായിക്കുന്നവരാണെന്നും കരുതാം എന്നാണ് ട്രംപ് വിചാരിക്കുന്നത്. വ്യാപാര കരാറുകളെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. വ്യാപാര ബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം ട്രംപിനൊരു നിലപാടേ ഉള്ളൂ. അമേരിക്ക ഒന്നാമത്. അമേരിക്കയിലേക്ക് ഇറക്കുമതി കൂട്ടുന്ന എല്ലാത്തിനും ട്രംപ് എതിരാണ്. അതിനാൽ വടക്കേ അമേരിക്കയിലെ മറ്റ് രാജ്യങ്ങൾ ഉൾപ്പെട്ട നാഫ്റ്റ റദ്ദാക്കും, ആ എഗ്രിമെൻ്റ് റദ്ദാക്കും എന്നാണ് ട്രംപ് പറയുന്നത്. ലോകോത്തര നിലവാരത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന പുതിയ ജനാധിപത്യ മുദ്രാവാക്യമായ പരിസ്ഥിതി സംരക്ഷണത്തെ എങ്ങനെയാണ് ട്രംപ് നോക്കിക്കാണുന്നത്? അതിനകത്ത് അദ്ദേഹം കർക്കശക്കാരനായ ഒരു ബിസിനസ്സുകാരനാകുന്നത് കാണുക. പരിസ്ഥിതി പോട്ടെ, കാലാവസ്ഥാ മാറ്റം എന്നൊന്നില്ല. ഇതാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. കാലാവസ്ഥാ മാറ്റം മെല്ലെയാക്കുന്നതിന് വേണ്ടി രൂപം കൊടുത്ത പാരീസ് ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറും എന്നാണ് ഇതുവരെ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നയങ്ങൾ നോക്കുക. തൊഴിൽ നഷ്ടപ്പെട്ട കനിത്തൊഴിലാളികളടക്കമുള്ള വിദ്യാഭ്യാസം കുറഞ്ഞ വെള്ളക്കാരുടെ കാതുകൾക്ക് ഇമ്പമുള്ള കാര്യങ്ങളാണ് ട്രംപ് പറഞ്ഞത്. 1950കളിൽ ഡെമോക്രാറ്റുകളെ പിന്താങ്ങിയിരുന്ന ആ യാഥാസ്ഥിതിക വിഭാഗം ഇപ്പോൾ ട്രംപിന് പിന്നിൽ അണിനിരന്നത് ഈ നിലപാടുകൾ മൂലമാണ്. ഡെമോക്രാറ്റുകൾ കുടിയേറ്റക്കാരോടും മറ്റും അമിത അടുപ്പം കാണിക്കുകയും സാമൂഹിക വിഷയങ്ങൾ യാഥാസ്ഥിതികർക്ക് രസിക്കാത്ത നയങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. നേരെ എതിരായ നയങ്ങൾ ട്രംപ് സ്വീകരിക്കുകയും ചെയ്തു. ഏതായാലും പ്രവചനാതീതനായ ഒരു നേതാവ് വൈറ്റ് ഹൗസിലേക്ക് എത്തിയിരിക്കുന്നു. ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണുകയാണ്. ചരിത്രത്തിന് കാതോർക്കുകയാണ് വേണ്ടത്. ഇന്നലെ അടച്ചിട്ട ബാങ്കുകൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒക്കെ തുറക്കും. ഏതായാലും 500, 1000 നോട്ടുകൾ പോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ അതേ സംബന്ധിച്ച് നഷ്ടപ്പെട്ടു പോയ എന്നല്ല പറയേണ്ടത്, മറിച്ച് അത് ഇല്ലാതാക്കി, അതിൻ്റെ സാധുത റദ്ദാക്കിയത് ഒരു രാത്രിയുടെ ആസന്നതയിലായിരുന്നു. അതുകൊണ്ട് തയ്യാറെടുക്കാനൊന്നും ആർക്കും അവസരം കിട്ടിയില്ല. അതുളവാക്കിയ സന്നിഗ്ധതകളും വലുതായിരുന്നു. അതേ സംബന്ധിച്ചുള്ള വാർത്ത, രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്ത ദേശാഭിമാനി 1-ാം പേജിൽ നമുക്ക് തരുന്നു. 500, 1000 നോട്ടുകൾ ആകസ്മികമായി റദ്ദു ചെയ്തപ്പോൾ സംഭവിച്ച ഭാവപകർച്ചയെന്ത് കാണുക. നോട്ടിനായി ഓട്ടം. മലയാളം മനോരമ അത് റിപ്പോർട്ട് ചെയ്തത് നോട്ടോട്ടം എന്നാണ്. നോട്ടിനായി ഓട്ടം എന്ന് ദേശാഭിമാനിയും പറയുന്നു. ആ ഓട്ടത്തിൻ്റെ കഥ ഇങ്ങനെ. സർക്കാർ പ്രഖ്യാപിച്ച പല കേന്ദ്രങ്ങളിലും നോട്ടുകൾ സ്വീകരിച്ചില്ല. സാധാരണഗതിയിലാകാൻ 3 ആഴ്ചയെന്ന് ജെയ്റ്റ്ലി. സഹകരണ സ്ഥാപനങ്ങളിലും സ്തംഭനം. ലോട്ടറി നറുക്കെടുപ്പ് മാറ്റി. KSFE ചിട്ടിലേലവും മുടങ്ങി. ഓൺലൈൻ ഇടപാട് സ്ഥാപനങ്ങൾക്ക് ചാകര. ബാങ്ക് ഇന്നലെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ട്രഷറിയും പ്രവർത്തിച്ചില്ല. വാർത്തയുടെ വിശദാംശങ്ങൾ ദേശാഭിമാനി തരുന്നത് കാണുക. മുന്നറിയിപ്പില്ലാതെ 500, 1000 രൂപ നോട്ടുകൾ അസാധുവാക്കിയ കേന്ദ്ര സർക്കാർ നടപടി രാജ്യത്തെ കോടിക്കണക്കായ സാധാരണ ജനവിഭാഗങ്ങളെ ദുരിതത്തിലാഴ്ത്തി. ബുധനാഴ്ച ബാങ്കും ATM പ്രവർത്തിക്കാതിരുന്നത് ദുരിതം ഇരട്ടിപ്പിച്ചു. പുതിയ 500, 2000 നോട്ടുകൾ വ്യാഴാഴ്ച മുതൽ ATMകളിൽ എത്തുമെന്നാണ് കേന്ദ്ര ധനമന്ത്രാലയം അവകാശപ്പെട്ടതെങ്കിലും സാധാരണക്കാർ അക്കാര്യത്തിൽ തികഞ്ഞ ആശങ്കയിലാണ്. കറൻസി പിൻവലിക്കലിനെ തുടർന്ന് കേരളത്തിലും പൂർണ്ണ അനിശ്ചിതത്വം. ട്രഷറി പ്രവർത്തനവും സഹകരണ മേഖലയുമൊക്കെ എങ്ങനെ പ്രവർത്തിക്കണമെന്നതിൽ അവ്യക്തത തുടരുകയാണ്. സംസ്ഥാനം ബന്ധപ്പെട്ടിട്ടും കേന്ദ്ര സർക്കാരിൽ നിന്ന് വ്യക്തമായ ഒരു മാർഗനിർദ്ദേശവും കിട്ടിയിട്ടില്ല എന്നാണ് ഈ വാർത്തയുമായി ബന്ധിപ്പിച്ച് ദേശാഭിമാനി പറയുന്നത്. ഇത് ഒരു രാഷ്ട്രീയ നാട്യം മാത്രമാണ് എന്ന് CPIM വിലയിരുത്തുന്നു. അല്ലാതെ സത്യസന്ധമായ ഒരു അറ്റംപ്റ്റ് ഒന്നുമല്ല. കള്ളപ്പണം മാറ്റിയെടുക്കാനുള്ള, അതിനെ നേരിടാനുള്ള സത്യസന്ധമായ ഒരു സമീപനമല്ല, വെറും നാട്യം എന്നാണ് CPIM കാണുന്നത്. ആ വാർത്ത ദേശാഭിമാനി തരുന്നത് കാണുക. 500ൻ്റെയും 1000ൻ്റെയും കറൻസികൾ പിൻവലിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രഖ്യാപനം കള്ളപ്പണം പുറത്തു കൊണ്ടുവരുന്ന കാര്യത്തിൽ പ്രതീക്ഷിച്ച ഫലമുണ്ടാക്കില്ല എന്ന് CPIM പോളിറ്റ് ബ്യൂറോ അഭിപ്രായപ്പെട്ടു.
പരിമിത ഫലം മാത്രം ഉളവാക്കുന്ന ഈ നടപടി കൂടുതലും രാഷ്ട്രീയ നാടകമാണ് എന്നും ദേശാഭിമാനി അഭിപ്രായപ്പെട്ടിരിക്കുന്നു. 1000-500 നോട്ടുകൾ മാറ്റാൻ 50 ദിവസമുണ്ട്. അക്കാര്യത്തിൽ അധികം തിരക്ക് കൂട്ടേണ്ട എന്ന ആശ്വാസമാണ് മംഗളം അതിൻ്റെ വാർത്തയിലൂടെ തരുന്നത്. 1000-500 ആശങ്ക വേണ്ട, തിരക്കിടേണ്ട എന്നൊക്കെയാണ് മംഗളം പറയുന്നത്. വാർത്ത കാണുക. ബാങ്കുകൾ ദിവസവും 4000 രൂപ മുതൽ മാറ്റി നൽകും. അക്കൗണ്ടിൽ നിന്ന് ദിവസം 10000 രൂപ പിൻവലിക്കാം. ATM-ൽ നിന്ന് പരമാവധി 2000 രൂപ. പഴയ നോട്ടുകൾ ഡിസംബർ 30 വരെ അക്കൗണ്ടിലിടാം. BS രാജേഷ് അതിൻ്റെ വിശദാംശങ്ങൾ ഇന്ന് തന്നിരിക്കുന്നു. പുതിയ നിക്ഷേപം 2.5 ലക്ഷം കഴിഞ്ഞാൽ വീണ്ടും പുതിയ ആളുകളുടെ മേൽ പരിശോധന വരും എന്ന കാര്യവും ഈ കാര്യമായിട്ട് മുൻനിർത്തി ഇന്ന് മംഗളം നമുക്ക് തന്നിട്ടുണ്ട്. RSP നേതാവ് VP രാമകൃഷ്ണപിള്ളയ്ക്ക് അന്ത്യാഞ്ജലി നൽകി. ആ വാർത്ത ഇന്ന് മലയാള മനോരമ പ്രാദേശികം പേജിൽ തരുന്നു. VP രാമകൃഷ്ണപിള്ളയ്ക്ക് വിടയേകി നാട്. പ്രമുഖർ അന്ത്യോപചാരം അർപ്പിച്ചു. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ. ഒരു കാലഘട്ടത്തിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ സാക്ഷിയാക്കി VP രാമകൃഷ്ണപിള്ള നിത്യതയിൽ. RSPയുടെ മുതിർന്ന നേതാവും മുൻമന്ത്രിയുമായ VP രാമകൃഷ്ണപിള്ളയ്ക്ക് ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു എന്നീ നിലയ്ക്കുള്ള വാർത്തകളാണ് ഇന്ന് പ്രാദേശികം പേജിൽ മലയാള മനോരമ തന്നിരിക്കുന്നത്. ഇനി ഇന്നത്തെ കാർട്ടൂൺ. ഇന്നലെ ബാങ്കുകൾ ഉണ്ടായിരുന്നില്ല. ATM ആകട്ടെ ഇന്നും അടഞ്ഞു കിടക്കും. ചില്ലറക്ഷാമം വഴി ജനജീവിതം സ്തംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ കാർട്ടൂൺ കാണുക. 1000-500 എന്നീ വലിയ നോട്ടുകൾ പോക്കറ്റിലുണ്ട്, കയ്യിലുണ്ട്. എന്നാൽ ചായ കുടിക്കാൻ ചില്ലറയില്ല, നിവൃത്തിയുമില്ല. ഒടുവിൽ നിവർത്തികെട്ട് ഭിക്ഷക്കാരനോട് 50 രൂപ നോട്ടിന് ഇരക്കുന്ന ആളെ സുരേന്ദർ കാർട്ടൂണാക്കി ഹിന്ദു നമുക്ക് തന്നിരിക്കുന്നു. ഇനി ഇന്നത്തെ ചിത്രം. ആളും ആവശ്യക്കാരുമൊക്കെ വന്നാൽ അവിടെ വളരെ പൊടുന്നനെ കമ്പോളം ഉടലെടുക്കും. അതാണ് കമ്പോളത്തിൻ്റെ ഒരു നിയമം. ഈ ചിത്രം കാണുക. ചില്ലറ കമ്പോളത്തിൽ നിന്ന് പൊടുന്നനെ അപ്രത്യക്ഷമായപ്പോൾ കൽക്കത്തയിലെ തെരുവോരത്ത് ചില്ലറ വിൽപ്പനയ്ക്കെത്തിയ ആളിൻ്റെ ചിത്രം ഹിന്ദു ഇന്ന് തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്.